നമസ്കാരം എല്ലാ ചങ്ങൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നിന്ന് അജ്മലാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ബഹ്റൈനിലൊരു പുതിയൊരു വിശേഷമാണ് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ സൽമാൻ സിറ്റി ബീച്ചിലേക്കാണ് പോകുന്നത്. ഇതെന്ന് പറഞ്ഞൊരു ബീച്ചാണ്, പക്ഷേ കുറച്ചും കൂടി ഒരു പോഷ് സെറ്റപ്പിലുള്ള ഒരു ബീച്ചാണ് കേട്ടോ. നമുക്ക് ഈവനിങ് വാക്കിനൊക്കെ പോകാൻ പറ്റും. നല്ല നടപ്പാതകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ള, കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക വൈബാണ്. കുറേ പൂക്കളും ചെടികളൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മളിന്ന് സൽമാൻ സിറ്റി ബീച്ചിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അതേപോലെ തന്നെ ഇന്നും ബഹ്റൈൻ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ബുദയ്യ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സൽമാൻ സിറ്റി ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ 14-ാം നമ്പർ ബസ്സിലാണ് പോകുന്നത്. ഇപ്പോൾ ഈ കിടക്കുന്ന 23-ആണ്. നമ്മുടെ ബസ് എത്തിയിട്ടില്ല, നമ്മുടെ ബസ് വരുന്നതേ ഉള്ളൂ. ബഹ്റൈൻ ട്രാൻസ്പോർട്ടിൽ പുതുതായിട്ട് കുറേ റൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ കൂട്ടത്തിൽ കിട്ടിയതാണ് ഈ സൽമാൻ സിറ്റി ബീച്ചിലേക്കുള്ള ഈ റൂട്ട്. ഇപ്പം നേരത്തെയൊക്കെ ഇങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ബുദയ്യയിൽ വന്നിട്ട് ടാക്സി എടുത്തിട്ട് വേണമെന്ന് പോകാനായിട്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ വരെ നമുക്ക് ചെല്ലാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ റൂട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ആ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് സൽമാൻ സിറ്റി ബീച്ച്. ഇത്തിരി നേരം നമ്മൾ കാത്തിരിക്കേണ്ടി എന്തെങ്കിലും നമ്മുടെ ബസ് വരുന്നുണ്ട് കേട്ടോ. ഇതാ വരുന്നതാണ്, സൽമാൻ സിറ്റി ബീച്ചിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വൈകിക്കണ്ടല്ലേ, നമുക്ക് കയറാം ബസ്സിലേക്ക്. 14-ാം നമ്പർ സൽമാൻ സിറ്റി ബീച്ച്. റോഡ് സൈഡിലതാ ഇതുപോലെ മനോഹരമായിട്ടുള്ള ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമായിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് എത്തി. അപ്പോൾ നമ്മളാക്കിയിട്ട് നമ്മുടെ ബസ് തിരിച്ചു പോകണ്ടോ. അപ്പോൾ നമുക്ക് പതുക്കനെ മുന്നോട്ട് നടക്കാം. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലേശം മുന്നോട്ട് നടന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെല്ലാനുള്ള സ്ഥലമായിട്ടാണ് നമ്മുടെ സൽമാൻ സിറ്റി ബീച്ചായിട്ടാണ്. സാധാരണ ഈ ബീച്ച് സൈഡിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വാക്ക് വേ ഒന്നുമല്ല കേട്ടോ. രണ്ട് സൈഡിലും മനോഹരമായിട്ട് ചെടികളും പൂക്കളൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു വാക്ക് വേ ആണ്. ഈ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇവിടുന്നേ ഫോട്ടോഷൂട്ടൊക്കെ ആരംഭിക്കട്ടെ. നല്ല രസമാണ് ഇവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട്. ഇതാണ്ട് ഞാൻ പറഞ്ഞ റൈറ്റാണ്. ഇവിടുന്നത്തെ റൈറ്റ് എടുത്ത് നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലേക്കാണ്ട് ചെല്ലുന്നത്. ഈ ഒരു ഏരിയ കണ്ടോ, നല്ല സൈലൻ്റ് ഏരിയ ഉണ്ടാവും. ഒത്തിരി ഒച്ചപ്പാടോ ബഹളവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഏരിയയിൽ കംപ്ലീറ്റ് വില്ലാസും അപ്പാർട്ട്മെൻറ്റ്സും ആണ്. അത് അറബീസിൻ്റെ ആണോ അതോ നമ്മുടെ എല്ലാ ആളുകളുടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വഴി നേരെ നടന്നു ചെന്ന ബീച്ചായിട്ടോ. ആ നേരെ കാണുന്ന ഒരു മലയില്ലേ, അത് ഈ ബീച്ചിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ പണി കഴിപ്പിച്ചതാണ് കേട്ടോ. അതിൻ്റെ മേളിൽ നല്ല ചെടികളും പൂക്കളൊക്കെ വെച്ച് നല്ല ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തതാണ്. എന്നിട്ട് അത് ആളുകൾക്ക് തുറന്ന് കൊടുത്തതുമാണ്. പക്ഷേ അവിടെ ചെന്ന ആളുകളുടെ കയ്യിലിരിപ്പുകൊണ്ട് അത് വീണ്ടും പൂട്ടിയെന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ. ഞാനതിൻ്റെ മുകളിൽ കയറിയിട്ടൊന്നുമില്ല. ഇനി അതെന്നാ തുറക്കാന്നുള്ള കാര്യത്തിനെ പറ്റി അധികം വലിയൊരു ഐഡിയ ഇല്ല എനിക്ക് കേട്ടോ. എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഇത്ര നല്ല ബീച്ചായിട്ട് കൂടി വലിയ തിരക്ക് കാണുന്നില്ല കേട്ടോ ഇവിടെ. സ്വന്തമായിട്ട് വണ്ടിയുള്ളവർക്കൊക്കെ മുൻപൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുമായിരുന്നുള്ളൂ. ഈ അടുത്താണ് ഇപ്പോൾ ഇങ്ങോട്ട് ബസ് സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു ആകർഷണമുണ്ട് ഈ കാണുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ബഹ്റൈനിലെ ഫ്രീ ആയിട്ട് എൻട്രി ഉള്ള ഒരു ബീച്ചിലും ഇതുപോലത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി പേയ്മെൻറ്റ് ചെയ്ത് കയറാൻ പറ്റുന്ന ബീച്ചുകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഈ ചാടി കുളിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ നല്ല പറ്റിയൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കേട്ടോ. നമുക്ക് ചാടാനും തലകുത്തി മറിയാനൊക്കെ പറ്റിയ നല്ല സെറ്റപ്പാണ്. പക്ഷേ ഈ സമയത്ത് നടക്കില്ല കേട്ടോ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നല്ല കാറ്റൊക്കെ ഉള്ള ജനുവരി സമയത്താണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ തിരയെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തന്നെ ഇവിടെ ഇളകിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ ചാടിക്കുളിയൊന്നും നടക്കില്ല. പക്ഷേ ഈ ഓളമൊക്കെ നിൽക്കുന്ന ഒരു വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കുളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സെറ്റപ്പാണ് ഇവിടെ.
ചാടാനും നീന്താനും കുളിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു മീൻ പിടുത്തമൊക്കെ നല്ല തകൃതിയായിട്ട് നടപ്പുണ്ട് കേട്ടോ. പക്ഷേ ആരുടെയും കയ്യിൽ പിടിച്ച മീനിനൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഇപ്പോൾ വന്നതുള്ളൂ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ചാടി കുളിക്കുന്നവർക്ക് തിരിച്ചെങ്ങനെ കയറുമെന്നുള്ള കാര്യത്തിൽ പേടിയൊന്നും വേണ്ട. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ 2 സൈഡിലും തിരിച്ച് കയറാനുള്ളൊരു ലാഡറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലുണ്ട് കേട്ടോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുള്ള ഈ ബീച്ചിനെ പറ്റി ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിപ്പെടാനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടോ ഇങ്ങോട്ട് വരാതിരുന്നത്. ഇപ്പോൾ വന്നപ്പോൾ സംഗതി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതായി കാണുന്നില്ല, ഇത് വെള്ളം പൊങ്ങിയതൊക്കെ താഴെ ചെയ്യുമ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സെറ്റപ്പാണ് കേട്ടോ. ഇത് 4 ഭാഗത്തും ഇങ്ങനത്തെ ഒരു തൂണിലാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിൽക്കുന്നത്. നല്ല കാറ്റടിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ കാറ്റ് കൊണ്ട് ഈ ഭാഗത്ത് നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുമാത്രമല്ല ഒത്തിരി ഫാമിലീസ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ സംസാരിച്ചും ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ ശരിക്കും വീക്കെൻഡ് ആഘോഷിക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ അവരെല്ലാവരും. സൽമാൻ സിറ്റി ബീച്ച് എല്ലാവരും കണ്ടില്ലേ, എങ്ങനെയുണ്ട്? സംഗതി പൊളിയാണ്. ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ജനുവരി മാസത്തിലാണ്. ജനുവരി മാസത്തിൽ അറിയാലോ, ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ നല്ല തണുപ്പ് ഇറങ്ങുന്ന സമയമാണ്. തണുപ്പും അതിൻ്റെ കൂടെ നല്ല കാറ്റ് ഓടിക്കുമ്പോഴുള്ള നമ്മളുണ്ട് കുടുകിടാന്നൊരു വിറക്കണ ഒരു ഫീലിംഗ് ഉണ്ട് ഇവിടെ ഉള്ളത്. ഏകദേശം സന്ധ്യാസമയമായി. നല്ല രസമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്ക് അത്യാവശ്യം നടക്കാനും എല്ലാം ഇരിക്കാനൊക്കെ ഉള്ള സീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ബീച്ചാണത്. അപ്പോൾ ചങ്കളെ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് വരിക, എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, പറ്റിയൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സർവോപരി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.